ഹായ് ഗൈസ്, ഇന്ന് ഞാൻ നമ്മുടെ +2 ബയോളജി സയൻസ് പഠിച്ചു കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസിന് ഒരു ഹാപ്പി ന്യൂസുമായിട്ടാണ് വന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി ബയോളജി സയൻസ് കഴിഞ്ഞ സ്റ്റുഡൻസിന് എല്ലാവർക്കും മെഡിക്കൽ ഫീൽഡ് ഓപ്റ്റ് ചെയ്യാനായിരിക്കും താല്പര്യമല്ലേ. മെഡിക്കൽ ഫീൽഡിൽ പാരാമെഡിക്കൽ കോഴ്സസ് ചൂസ് ചെയ്യാനായിരിക്കും നോർമലി ഉള്ള സ്റ്റുഡൻസിന് എല്ലാവർക്കും താല്പര്യം. ബിക്കോസ് എല്ലാവർക്കും MBBS, MD പോലുള്ള കോഴ്സസ് ഒന്ന് ചൂസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണം പറ്റണം എന്നുള്ള സ്റ്റുഡൻസ് അല്ല. സോ പാരാമെഡിക്കൽ കോഴ്സസ് ചൂസ് ചെയ്യാനായിട്ട് തമിഴ്നാട് കോയമ്പത്തൂരുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാമ്പസിന്റെ ഫ്രണ്ട് പോർഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇനി നിങ്ങൾക്കുള്ള ഹാപ്പി ന്യൂസ് എന്താണെന്നല്ലേ, നോർമൽ പാരാമെഡിക്കൽ കോഴ്സിന്റെ ഒക്കെ ഡ്യൂറേഷൻ വരുന്നത് 3 year + 1 year ഇന്റേൺഷിപ്പ് ആണ്. അതുപോലെ തന്നെ നോർമലി ഉള്ള എല്ലാ കോളേജസിലും ഇന്റേൺഷിപ്പ് ആണ്. 1 year ലാസ്റ്റ് ഇയർ വരുന്നത് ഇന്റേൺഷിപ്പ് ആണ്. ഈ ഇന്റേൺഷിപ്പിന്റെ ടൈമിലായിരിക്കും നിങ്ങൾ ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യുന്നതും പോസ്റ്റിങ്ങും ക്ലിനിക്കൽ പ്രാക്ടീസസും എല്ലാം കൊടുക്കുന്നത്. എന്നാൽ ഞാനിപ്പോൾ നിൽക്കുന്ന ആദ്യത്തെ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്ന കോയമ്പത്തൂരുള്ള കോളേജിൽ ഫസ്റ്റ് ഇയർ തൊട്ട് 4th year വരെ എവറി മന്ത് 15 days നിങ്ങൾക്ക് ക്ലിനിക്കൽ പ്രാക്ടീസസും പോസ്റ്റിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഞെട്ടിയില്ലേ? യെസ് ഗൈസ്, ഇറ്റ്സ് റിയൽ. ബിക്കോസ് ഞാനിവിടെ വിസിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്റ്റുഡൻസുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് മനസ്സിലായത്. ഇറ്റ്സ് എ ബിഗ് ബെനിഫിറ്റ് ടു ഓൾ സ്റ്റുഡൻസ്. ബിക്കോസ് നല്ല രീതിയിൽ ക്ലിനിക്കൽ പ്രാക്ടീസസ് കിട്ടുക എന്നുള്ളതാണ് എല്ലാ മെഡിക്കൽ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എങ്കിൽ മാത്രമേ ആഫ്റ്റർ ദ കോഴ്സ് നിങ്ങൾക്ക് നല്ല ജോബിലേക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ വിത്ത് നല്ല എക്സ്പീരിയൻസോട് കൂടിയിട്ട്. സോ ആദ്യത്തെ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പാരാമെഡിക്കൽ കോഴ്സസ് ആയ BSc റേഡിയോളജി, BSc MLT, BSc OT and AT, BSc ഡയാലിസിസ്, കാർഡിയാക്ക്, BSc ഫിസിഷ്യൻ അസിസ്റ്റന്റ്, അതായത് നമ്മുടെ ന്യൂ ജനറേഷൻ കോഴ്സായ BSc ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്ന് പറയുന്ന കോഴ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ തരത്തിലുള്ള ഇന്റേൺഷിപ്പോടും പോസ്റ്റിങ്ങോടും ക്ലിനിക്കൽ പ്രാക്ടീസസോടും കൂടി, അതും എല്ലാ തരത്തിലുള്ള ഫാക്കൽറ്റി ഫെസിലിറ്റീസും ഇൻസൈഡ് ക്യാമ്പസ് ബോയ്സിനും ഗേൾസിനും സെപ്പറേറ്റ് ഹോസ്റ്റൽ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തുകൊണ്ടും നമ്മുടെ തമിഴ്നാട് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള MGR യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാമ്പസ് തന്നെയാണ് ആദ്യത്തെ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. ഞാൻ ഇത്രയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് കോളേജിന്റെ ക്യാമ്പസ് ഒക്കെ കാണാൻ എന്തായാലും എക്സൈറ്റഡ് ആണെന്ന് എനിക്കറിയാം. സോ നമുക്ക് കോളേജിന്റെ ക്യാമ്പസ് ഒക്കെ ഒന്ന് പോയി വിസിറ്റ് ചെയ്താലോ? സോ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഫ്രണ്ട് പോർഷൻ ആയിട്ട് വരുന്നത്. ദെൻ നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇന്റഗ്രേറ്റഡ് ക്യാമ്പസ് ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ മാനേജ്മെന്റ് റിലേറ്റഡ് പ്രോഗ്രാംസും മറ്റ് ആർട്സ് ആൻഡ് സയൻസ് റിലേറ്റഡ് പ്രോഗ്രാംസും മെഡിക്കൽ റിലേറ്റഡ് പ്രോഗ്രാംസും എല്ലാം അവൈലബിൾ ആണ്. എല്ലാ സ്പെഷ്യലൈസേഷനും അവൈലബിൾ ആണ് കേട്ടോ. UG ആൻഡ് PG പ്രോഗ്രാമിനും മെഡിക്കൽ റിലേറ്റഡ് പ്രോഗ്രാമിനും സ്പെഷ്യലൈസേഷൻസ് എല്ലാം അവൈലബിൾ ആണ്. ദെൻ ഇത് വരുന്നത് ആർട്സ് ആൻഡ് സയൻസിന്റെ അക്കാദമിക് ബ്ലോക്ക് ആണ് വരുന്നത്. സെപ്പറേറ്റ് ഓരോ ഡിപ്പാർട്ട്മെന്റിനും സെപ്പറേറ്റ് ബ്ലോക്ക് ആണ് വരുന്നത്. വളരെ ഗ്രീനി ആയിട്ട് തന്നെ ക്യാമ്പസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ തമിഴ്നാട് കോയമ്പത്തൂരാണ് ആദ്യത്തെ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ വരുന്നത്. നമ്മുടെ രണ്ട് സൈഡിലായിട്ടും അക്കാദമിക് ബ്ലോക്സ് വരുന്നുണ്ട്. വളരെ നീറ്റാണ് അക്കാദമിക് ബ്ലോക്സ് എല്ലാം. ഞാൻ ക്ലാസ്സസ് എല്ലാം നടക്കുന്ന സമയത്ത് കോളേജിന്റെ ഉള്ളിൽ കയറി വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റുഡൻസിനോട് കുറെ പേരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ അക്കാദമിക് ബ്ലോക്സ് സെപ്പറേറ്റ് തന്നെയാണെന്ന് പറഞ്ഞിരുന്നല്ലോ. സെപ്പറേറ്റ് ആണ്, നമുക്ക് കാണാനായിട്ട് പറ്റും. ഓരോ അക്കാദമിക് ബ്ലോക്കും ഇതാണ് വരുന്നത്. ഇതിൽ നമുക്ക് മാനേജ്മെന്റ് അക്കാദമിക് ബ്ലോക്കും എല്ലാം കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഉള്ളിലാണ്, അതായത് അകത്തെ ബ്ലോക്കാണ് വരുന്നത്. പാരാമെഡിക്കലിന് വേണ്ടിയിട്ടുള്ള ബ്ലോക്ക്, അതായത് അലൈഡ് ഹെൽത്ത് സയൻസിന് വേണ്ടിയിട്ടുള്ള ബ്ലോക്ക് അകത്താണ് വരുന്നത്. ഇത് നേരെ സ്ട്രൈറ്റ് കയറി വരുന്ന ടൈമിൽ തന്നെ ഗ്രൗണ്ട് കാണാനായിട്ട് വലിയൊരു പ്ലേ ഗ്രൗണ്ട് അവൈലബിൾ ആണ് കേട്ടോ. ഗൈസ്, ഇതാണ് നമ്മുടെ ആദ്യത്തെ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ അലൈഡ് ഹെൽത്ത് സയൻസിന്റെ അക്കാദമിക് ബ്ലോക്ക് വരുന്നത്. ദെൻ ഗൈസ്, ഇതിന്റെ ഉള്ളിലെ ക്യാൻറ്റീൻ അവൈലബിൾ ആണ്. ഗേൾസിനും ബോയ്സിനും സെപ്പറേറ്റ് ഹോസ്റ്റൽ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാമ്പസിന്റെ ഉള്ളിൽ തന്നെ സെപ്പറേറ്റ് ഹോസ്റ്റൽ ഫെസിലിറ്റി അവൈലബിൾ ആണ്. ദെൻ അക്കാദമിക് ബ്ലോക്സ്, ക്ലാസ് റൂംസ്, ലെക്ചർ ഹാൾസ്, ദെൻ ഓഡിറ്റോറിയം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ബ്ലോക്കിൽ അവൈലബിൾ ആണ്. നമുക്ക് നേരെ സ്ട്രെയിറ്റ് വരുന്നത് സ്റ്റുഡൻസിന് എല്ലാവർക്കും പഠിച്ചൊക്കെ കഴിഞ്ഞ് വളരെ റിലാക്സ്ഡ് ആവാൻ പറ്റുന്ന ഒരു ഗ്രൗണ്ടിലേക്കാണ് കേട്ടോ. ഗൈസ്, ഞാൻ പറഞ്ഞ ഗ്രൗണ്ട് ഇതാണ്. നമുക്ക് ഫ്രണ്ട് ഏരിയയിലായിട്ട് എന്തെങ്കിലും സ്റ്റേജ് വരുന്നുണ്ട്. നമുക്ക് ഇവിടെ
അക്കാദമിക് ബ്ലോക്സ് അവൈലബിൾ ആണ്. പിന്നെ ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി, ഓരോ ബ്ലോക്കിനും ഓരോ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് M ബ്ലോക്ക്, S ബ്ലോക്ക്, W ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ബ്ലോക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഗൈസ്, നമുക്ക് ഗ്രൗണ്ടിന്റെ അറ്റത്തായിട്ട് ഒരു കഫറ്റേരിയ അവൈലബിൾ ആണ്, കോഫി ടൈം ഒക്കെ എൻജോയ് ചെയ്യാനായിട്ട്. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ക്യാമ്പസ് വരുന്നത്. സോ ഗൈസ്, ഇത്രയും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്യാമ്പസിൽ, ഇത്രയും ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്യാമ്പസിൽ വന്ന് പാരാമെഡിക്കൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഹറി അപ്പ്.